പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ചുവട്ടിലെ പുല്ലെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്, പിഴുത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇനിയിപ്പോൾ നമുക്ക് മിഥുനമാസമൊക്കെ അല്ലേ വരുന്നത്. കുരുമുളകൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ നല്ല തിരുവാതിര ഞാറ്റുവേലയ്ക്ക് എപ്പോഴും കുരുമുളകാണല്ലോ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത്ര നേരത്തെ ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ മരത്തേലൊക്കെ പടർന്ന് കയറുന്ന കുരുമുളക് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഒറ്റ ഒരു മൂട് പോലും എനിക്കില്ല കേട്ടോ. എല്ലാത്തിനും മഞ്ഞളിപ്പ് വന്ന് പോയി, എല്ലാ കുരുമുളകും തന്നെ പോയി. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ 3-4 കുറ്റിക്കുരുമുളകുകളാണ് ഉള്ളത് കേട്ടോ. ഞാൻ എൻ്റെ കുറ്റിക്കുരുമുളകുകൾ ഞാൻ തന്നെ വെച്ച് പിടിപ്പിച്ച കുരുമുളകാണ്. എൻ്റെ നല്ല വള്ളിക്കുരുമുളകയും തന്നെ ഞാൻ കുറ്റിക്കുരുമുളക് ഞാൻ സ്വയം ഉണ്ടാക്കിയ കുറ്റിക്കുരുമുളകുകളാണ്, ഈ തൈകളാണ് എനിക്കുള്ളത്. അപ്പം ഇപ്പം എനിക്ക് ആകെ 2-3 ചുവടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഇത് നമുക്കിതിനകത്തുനിന്ന് വേറൊരു തൈ ഒടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 എണ്ണമൊക്കെ വെച്ചാലാണ് 1-2 ഒക്കെ നമുക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ. ചില സമയത്തെ അങ്ങനെ പിടിച്ച് കിട്ടാറില്ല. എപ്പോഴും എനിക്ക് അങ്ങനെ കുറ്റിക്കുരുമുളക് ഞാൻ വെച്ചിട്ട് അങ്ങനെ അധികമൊന്നും, എനിക്ക് ആകെ ഒരു 5-8 ചുവടൊക്കെ എനിക്ക് ആകെ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിനകത്ത് ഒരു 5-8 ചുവടൊക്കെ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. അതിൽ എൻ്റെ കയ്യിൽ ഒരു 2-3 ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെടിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു അടുത്ത ഒരു കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ധാരണ പുറത്ത് നമ്മൾ നേരത്തെ പുതിനയൊക്കെ വെച്ചില്ലേ, ഞാൻ ഈർക്കിലി കുത്തിയിറക്കി. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു റോസ്മേരിയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയുടെ അകത്ത് മണ്ണ് നിറച്ച് അടിയിൽ വെള്ളമൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു. പക്ഷേ ഇത് അടിയിൽ വെള്ളമൊന്നും വെക്കുന്നില്ല. ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ മണ്ണ് നിറച്ചിട്ട് ഈ കുരുമുളകിൻ്റെ മൂത്ത കുരുമുളകിൻ്റെ അല്ല, ഈ ചെടിയിൽ ഉള്ളതിൽ മൂത്ത തണ്ട് നോക്കി ആ മണ്ണിനകത്തോട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഈർക്കിലിയാണ് വെച്ച് നോക്കിയത്. പക്ഷേ ഈർക്കിലി വെച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഈർക്കിലിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ഈർക്കിലി ദ്രവിച്ച് അത് പോകും. അപ്പോൾ വീണ്ടും വേര് പിടിച്ചില്ല എങ്കിൽ അതേ ഇതിൽ തന്നെ ഇതിങ്ങ് പൊങ്ങിപ്പോരും. അപ്പോൾ നമുക്ക് വേര് പിടിച്ച് കിട്ടിയല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഞാൻ ഈർക്കിലിയാണ് കേട്ടോ കുത്തുന്നത്. ഈർക്കിലി അങ്ങനെ കുത്തി ഇറക്കിയ വഴി തന്നെ ആ ഒരു കൊമ്പ് എൻ്റെ കയ്യിലോട്ട് ഒടിഞ്ഞു പോരുകയും ചെയ്തു കേട്ടോ. നമ്മൾ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ കണക്കായിപ്പോയി അത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് നമ്മുടെ വൈൻഡിങ് വയറാണ്, സ്ലാഗയല്ല വൈൻഡിങ് വയർ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ഞാൻ മണ്ണിനകത്തോട്ട് കുത്തിയിറക്കി എന്ന് പറഞ്ഞാൽ ഇറക്കിയിട്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പിടുന്ന ആ ഭാഗത്തു കൂടി ഞാൻ അതിൻ്റെ ഒരു തല വലിച്ച് താഴത്തോട്ട് ഇറക്കി. നമുക്ക് പറ്റുമെങ്കിൽ 2 തലയും അതുപോലെ തന്നെ വലിച്ച് താഴത്തോട്ട് ഇറക്കി എടുക്കണം. അത് വേണം ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഇറക്കിയിട്ട് എനിക്ക് ആ മണ്ണിലോട്ട് ആ വൈൻഡിങ് വയർ ഇറങ്ങുന്നില്ല കേട്ടോ. അത് കാരണം അതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തി, ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കത്തിയൊന്നും വെച്ച് എനിക്കത് മുറിഞ്ഞില്ല കേട്ടോ. അത് മുറിക്കാൻ മാക്സിമം ഞാൻ നോക്കി. ലാസ്റ്റ് പ്ലെയർ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് കട്ട് ചെയ്ത് തരുവാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാനത് ആ കുപ്പിയുടെ അകത്തോട്ട് അതിൻ്റെ ഒരു തലയിട്ട് ആ അടപ്പിൻ്റെ ഭാഗത്തുകൂടി വായ്ഭാഗത്തുകൂടി അടിയിലോട്ട് ഞാൻ ആ കമ്പി ഇറക്കി. എന്നിട്ട് നമ്മൾ അതിനകത്ത് മണ്ണിട്ട് നിറച്ചു. എനിക്ക് ആദ്യം ഇട്ടപ്പോൾ ആ മണ്ണിനകത്തുകൂടി ഇറങ്ങാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇറക്കിയത്. ഇപ്പോൾ എനിക്ക് അടിഭാഗത്ത് അതിൻ്റെ ഒരു ആ വൈൻഡിങ് വയറിൻ്റെ ഒരു ഭാഗം അടിവശത്ത് വരുകയും ചെയ്തു. എന്നിട്ട് 2 ഇലകൾ കൂടുന്ന ആ മൊട്ടുഭാഗം ഇല്ലേ കണ്ടോ, ഇത് ആ ഭാഗത്തോട്ട് ഞാൻ അടുത്ത ഭാഗം ഇറക്കിയിട്ട് അത് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യണം. അടിയിൽ നിന്ന് നമുക്ക് വലിക്കുമ്പോൾ ഈ സംഭവം നമുക്കത് ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കും, ഈ വി പോലെയായി വരും. ഇപ്പുറത്തെ ഭാഗത്തിന് ഒടിവ് വരികയില്ല, ഈ വൈൻഡിങ് വയർ ആയത് കാരണം ഒടിവ് വരികയില്ല. അപ്പം ചെടിയെ നിന്നണ്ട് തന്നെ ആ 2 ഇലകൾ കൂടി ചേരുന്ന ആ മുട്ടുഭാഗം തന്നെ നമ്മൾ ഇറക്കുമ്പോഴത്തേക്കും അത് മണ്ണിലോട്ട് ഇറങ്ങിയിരിക്കുകയും ചെയ്യും, അവിടുന്ന് വേര് വരികയും ചെയ്യും. അപ്പം അങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കാമെന്നുള്ളൊരു
ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയത്. അപ്പം അങ്ങനെ ഞാൻ അത് വൈൻഡിങ് വയർ വലിച്ച് ടൈറ്റ് ചെയ്ത് അതിനകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇടവമാസം നമുക്ക് തീരാറായല്ലോ. പിന്നെ നമുക്ക് മിഥുന മാസമാണല്ലോ വരുന്നത്. മിഥുനം 7 തൊട്ട് 21 വരെയാണല്ലോ നമുക്ക് തിരുവാതിര ഞാറ്റുവേല വരുന്നത്. അപ്പം അത് പിടിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ വെച്ചത്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ കുളിപ്പിച്ച് ആ ഒരു കമ്പാണ് ആ കാണുന്നത്. അത് കളഞ്ഞൊന്നുമില്ല, നമ്മൾ അടുത്തൊരു ചട്ടിയിൽ അതിനെയും നട്ട് വെച്ചിട്ടുണ്ട്. പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാം.